മകനെ കിട്ടാൻ ആരായാലും ഒന്ന് കൊതിച്ചു പോകും. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലേ, സ്വന്തം അച്ഛനെയോ അമ്മയോ ഒക്കെ നോക്കാൻ മടിയായിട്ട് എത്ര മക്കളാണ് അവരെ മറ്റ് അഗതി മന്ദിരങ്ങളിലും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിലാണ് അരക്ക് താഴെ തളർന്ന ആ അമ്മയെ ആ മകൻ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത്. മോൻ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും? ഞാൻ പാത്രം പറക്കി അമ്മ തുണി പിഴിഞ്ഞാലും കൊണ്ടിട്ട് വിരിക്കും, മിറ്റൊക്കെ തൂക്കത്ത് കൊടുക്കും, അങ്ങനെയെല്ലാം ചെയ്യും. അമ്മയുടെ കാലായിട്ട് മോൻ നടക്കുന്നത് അല്ലേ? നമുക്ക് വയ്യെങ്കിൽ മോനെ എല്ലാ സഹായം ചെയ്യുമോ? മോനാണ് കൂട്ട്. എന്റെ മോനെ എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത്. പിന്നെ അണ്ണനും ഉണ്ട്. അണ്ണൻ ജോലിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ മോനെ പിന്നെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്തു തരും. എന്നെ വിട്ടെങ്ങും പോകത്തില്ല, എന്നെ കൂടെ തന്നെ എപ്പോഴും കാണും. ഈ പൊന്നുപോലെ കൊണ്ട് നടക്കുക എന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പൊന്നുപോലെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഒരുപാട് സ്വത്ത് കൊണ്ട് എന്താ പറയുക, അമ്മമാരൊക്കെ നമ്മൾ കുറേ സ്വർണം കൊണ്ട് മൂടുക, അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് അവരുടെ സന്തോഷം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നല്ല അല്ലേ. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അതൊന്നല്ല. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അവരെ ഒന്ന് സഹായിക്കുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ സ്വത്തോ സമ്പാദ്യമോ പണമോ സ്വർണ്ണ ആഭരണങ്ങളോ ഇതൊന്നുമല്ല അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ കൂടെയുള്ള കുറച്ച് നേരത്തെ അവരുടെ കൂടെയുള്ള ഒരു സംസാരം, അവരുമായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കർമ്മഫലം എന്നുള്ള ഒന്നുണ്ട്. അതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും അറിയില്ല, എന്നാലും അത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇന്ന് എന്ത് ചെയ്തോ നാളെ അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ഇന്ന് നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോട് എന്താണോ ചെയ്യുന്നത് നാളെ അത് തന്നെയാണ്. നാളെ നമുക്കൊരു മക്കളുണ്ടെങ്കിൽ ആ കുട്ടികൾ നമ്മളോട് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പെരുമാറുക. അതിൽ എന്തായാലും 100% ഉറപ്പാണ്. എല്ലാവർക്കും ഇല്ല, എനിക്ക് ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കാം. നമ്മളിന്ന് എന്ത് ചെയ്യുന്നോ, നന്മയായാലും തിന്മയായാലും നമ്മൾ ചെയ്തത് എന്താണോ അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. പക്ഷെ അത് നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അതിനും ഇരട്ടിയായിട്ടൊക്കെ കിട്ടിയെന്ന് വരാം. നമ്മൾ നന്മ ചെയ്താൽ ചിലപ്പോൾ അതിന് കൂടുതൽ കിട്ടും. എന്തെങ്കിലും തിന്മയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേലായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും.